കരൂരിലുണ്ടായ വലിയ TVK റാലിക്കിടയിലുണ്ടായ വലിയ ദുരന്തം, അതിന് പിന്നാലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമൊക്കെ നമുക്ക് ഓരോ ദിവസവും ഓരോരോ അപ്ഡേറ്റുകളായിട്ട് നമ്മൾ വാർത്തകൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം വിജയ്ക്കും, അതായത് TVK നേതാവ് നടൻ വിജയ്ക്കും അതേപോലെ DMK സ്റ്റാലിൻ സർക്കാരിനും വളരെ നിർണായകമായിട്ടുള്ള ദിവസമാണ് കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട്. കാരണം CBI അന്വേഷണം ആവശ്യപ്പെട്ട് TVK നൽകിയ ഹർജി മദ്രാസ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് ഇന്നാണ്. വിജയ്ക്കെതിരായ ഹർജിയും ഇന്നിപ്പോൾ കോടതിയുടെ പരിഗണനയ്ക്ക് വരും. ദുരന്തത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നടനാണെന്നാണ് ഈ ഹർജിയിൽ പറയുന്നത്. അതിനൊപ്പം തന്നെ MA ബേബിയുടെ നേതൃത്വത്തിലുള്ള CPIM സംഘം ഇന്ന് കരൂർ സന്ദർശിക്കുന്നുണ്ട്. K രാധാകൃഷ്ണൻ MP അടക്കമുള്ളവരും ഒക്കെ ഈ സംഘത്തിൽ ഉണ്ട്. നമുക്ക് ആതിര സരസ്വതിയോട് ചോദിക്കാം എന്താണ് കൂടുതൽ വിവരങ്ങൾ എന്ന്. ആതിര, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇന്നിപ്പോൾ രണ്ടുപേർക്കും വളരെ നിർണായകമാണ്. TVKക്കാണെങ്കിലും സ്റ്റാലിൻ സർക്കാരിനാണെങ്കിലും വളരെ നിർണായകമായിട്ടുള്ള ദിവസമാണ്. 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ നടൻ വിജയ് നൽകിയ TVK നൽകിയ ഹർജി, CBI അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി, അത് പരിഗണനയ്ക്ക് വരുന്നുണ്ട്. വിജയ്ക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയിരിക്കുന്ന പൊതുതാൽപര്യ ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, ഈ കോടതിയുടെ മധുരൈ ബെഞ്ച് ഇപ്പോൾ TVK നേതാക്കൾക്കെതിരായ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എപ്പോഴാകും പരിഗണനയിലേക്ക് വരിക? ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ? പുറത്തു വരുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? സിധു, പൊതുതാൽപര്യ TVKക്കെതിരെ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട പൊതുതാൽപര്യ ഹർജികളാണ് ഇന്ന് മദ്രാസ് ഹൈക്കോടതി മധുര ബെഞ്ച് പരിഗണിക്കുക. TVKക്കും DMKക്കും ഇന്ന് നിർണായകമായ ദിവസം തന്നെയാണ്. ഇരുകൂട്ടർക്കും ഈ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിധിയും പരാമർശങ്ങളുമൊക്കെ ഇരുകൂട്ടരും ഉറ്റ് നോക്കുക തന്നെയാണ് എന്ന് വേണം പറയാൻ. TVK നൽകിയ ഹർജിയും ഇന്ന് പരിഗണിക്കുന്നുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് TVK ഹർജി നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ കരൂർ സന്ദർശനത്തിനുള്ള സുരക്ഷ, CCTV സംരക്ഷിക്കൽ തുടങ്ങിയ ആവശ്യങ്ങളും ഇതിൽ ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ്. നടൻ വിജയ്ക്കെതിരായിട്ടുള്ള ഹർജി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. എന്തായാലും വളരെ DMKക്കും TVKയും സംബന്ധിച്ച വളരെ നിർണായകമായ ഒരു ദിവസം തന്നെയായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് പരിഗണിക്കുമെന്ന് ഉണ്ടായിരുന്നു, പിന്നീട് അത് മാറ്റിവെക്കുകയായിരുന്നു. ശേഷമാണ് ഇന്നത്തേക്ക് പരിഗണിക്കുമെന്ന് അറിയിച്ചിരുന്നത്. ഏകദേശം ഉച്ചയോടുകൂടിയായിരിക്കും ഇത്തരത്തിലുള്ള ഹർജികൾ പരിഗണിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ നിർമ്മൽ കുമാർ, ആനന്ദുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയും ഇതിനോടൊപ്പം കോടതി പരിഗണിക്കുമെന്നുള്ളതാണ്. ഇരു നേതാക്കളും നിലവിൽ ഒളിവിലാണ്. ഇവരെ പിടികൂടാനായി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. നേരത്തെ അറസ്റ്റിലായ 2 TVK നേതാക്കളെ ഒക്ടോബർ 14 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിലും വിട്ടിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തായാലും നിർണായകമായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സേതു. ഓക്കെ, ആതിര സരസ്വതാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.